എല്ലാവർക്കും പ്രഭാതവന്ദനം. ഈ പ്രഭാതത്തിൽ ഈ കൽത്തറയിൽ ഞാൻ ഇരിക്കുകയാണ്. രണ്ട് വ്യക്തികൾ എൻ്റെ മുൻപിലൂടെ കടന്നു പോവുകയാണ്. ഒരാളുടെ തോളിൽ കാലപ്പഴക്കം ചെന്ന കീറിപ്പറഞ്ഞൊരു കിടക്കയുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് ആരാണ്? അവൻ പറഞ്ഞു, കഴിഞ്ഞ 38 വർഷമായി ബെത്സയിദ കുളക്കരയിൽ കിടന്ന ആ തളർവാദ രോഗിയാണ് ഞാൻ. 38 വർഷം കിടന്ന ഈ കിടക്കി എന്തിനാണ് നീ ചുമക്കുന്നത്? അത് ഉപേക്ഷിച്ചു കൂടായിരുന്നോ? അവൻ പറഞ്ഞു, ഇല്ല, ഈ കിടക്ക ഞാൻ ഉപേക്ഷിക്കില്ല. എന്നെ സൗഖ്യപ്പെടുത്തിയവൻ പറഞ്ഞത് ഈ കിടക്ക നീ ചുമക്കണമെന്നാണ്. അതിന് തനതായൊരർത്ഥമുണ്ട്. 38 വർഷക്കാലം എനിക്ക് സംരക്ഷണം നൽകിയത് ഈ കിടക്കയാണ്. ഈ കിടക്കയ്ക്ക് എൻ്റെ ഗന്ധമുണ്ട്. എൻ്റെ കണ്ണീർക്കണങ്ങൾ 38 വർഷമായി ശേഖരിച്ച് കുതിർന്നതാണ് ഈ കിടക്ക. ഈ കിടക്കയെ ഞാൻ ഉപേക്ഷിച്ചാൽ ചിലപ്പോ ഞാൻ ഇന്നലകളെ മറന്നുപോകും. ഇന്നലെയുടെ വേദനകളെ മറന്നുപോകും. ഇന്നലെ ഞാൻ അനുഭവിച്ചതും എൻ്റെ മിഴി നിറഞ്ഞതുമായ സാഹചര്യങ്ങളെയും അനുഭവങ്ങളെയും വിട്ടുകളയും. ഈ കിടക്ക ഞാൻ ഇനി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ തോളിലുണ്ടാവും. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇന്നലകളുടെ വഴികളെ മറന്നുപോകുന്ന മനുഷ്യന് ഒരു ഓർമ്മപ്പെടുത്തൽ. എൻ്റെ ഈ തോളിലുള്ള കിടക്ക കാണുമ്പോൾ എനിക്ക് സൗഖ്യം തന്നവനെ കുറിച്ച് ആരായാൻ ഒത്തിരി പേര് മുൻപോട്ട് വരും. അതുതന്നെയാണ് എൻ്റെ പ്രഘോഷണം, വാക്കുകളില്ലാത്ത പ്രഘോഷണം. ഈ കിടക്ക കണ്ടാൽ മതി, ഞാൻ എൻ്റെ തളർന്ന അവസ്ഥയിൽ നിന്ന് ചാടിയെഴുന്നേറ്റവനാണെന്ന് ലോകരറിയും. ലോകരറിയുന്നതിനേക്കാൾ ഉപരിയായി എനിക്കതൊരു ധ്യാനമാകണം. ഇന്നലെയുടെ സംരക്ഷണത്തെ മറക്കാതിരിക്കാനുള്ള ധ്യാനമാണ് എൻ്റെ തോളിലേന്തിയ ഈ കിടക്ക. ഇതിൽ എൻ്റെ വിയർപ്പിൻ്റെ ഉപ്പുണ്ട്. ഇതിൽ എൻ്റെ കണ്ണീരിൻ്റെ ഉപ്പുണ്ട്. ഇത് പിച്ചി ചീന്തി കീറിപ്പോകുമ്പോഴും അതിൻ്റെ ഉള്ളിൽ ലീനമായി കിടക്കുന്ന സത്യവും സത്യയും എൻ്റെ 38 വർഷത്തിൻ്റെ നിരാശയുടെ ജീവിതമാണ്. ആ നിരാശയെ ദൂരീകരിച്ചവനെ ഓർമ്മപ്പെടുത്താൻ ഈ കിടക്ക എൻ്റെ തോളിൽ എപ്പോഴും ഉണ്ടാവണം. അവൻ പതിയെ പതിയെ എൻ്റെ മുമ്പിലൂടെ നടന്നു നീങ്ങി. ഞാനും വീണ്ടും ശ്രദ്ധിച്ചു. പ്രഭയാർന്ന മുഖഭാവത്തോടുകൂടി ഒരു സ്ത്രീ നടന്നു വരുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്തേ നീ ഇത്രമാത്രം സന്തോഷവതിയായിരിക്കുന്നത്? അവൾ പറഞ്ഞു, ഞാൻ സമറിയാക്കാരി സ്ത്രീ. നിന്റെ കയ്യിലുണ്ടായിരുന്ന കുടം എവിടെയാണ്? കുടം ഞാൻ ഉപേക്ഷിച്ചു. ഇന്നലെ വരെ നിന്നെ തിരിച്ചറിയാൻ ഞങ്ങൾ കണ്ട അടയാളം ആ കുടമായിരുന്നല്ലോ. എവിടെ പോയി നിന്റെ കുടം? അവൾ പറഞ്ഞു, ഇനി ആ കുടം എനിക്ക് ആവശ്യമില്ല. ഇന്നലെ വരെയുള്ള എൻ്റെ പ്രയാണത്തിൽ ഈ കുടത്തിൽ ശേഖരിക്കുക എന്നതായിരുന്നു. യഥാർത്ഥമായ ആനന്ദത്തിന് വേണ്ടിയുള്ള പ്രയാണം ഇന്ന് അസ്തമിച്ചു. ഒടുങ്ങാത്ത ദാഹവുമായി
ഒരുവനിൽ നിന്ന് വേറൊരുവനിലേക്ക് പ്രാപനം തേടി മാംസദാഹത്താൽ കലുഷിതമായ ജീവിതത്തിന്റെ ഉടമയായിരുന്നു ഞാൻ. പക്ഷേ ഇന്ന് ഉച്ചനേരത്ത് ഞാൻ ഒരുവനെ കണ്ടെത്തി, എന്റെ ദാഹം ശമിപ്പിക്കുന്നവനെ, യഥാർത്ഥമായ ദാഹം ശമിപ്പിക്കുന്നവനെ, യഥാർത്ഥമായ ദാഹശമനി അവനിൽ നിന്നു ലഭിക്കുന്നതാണെന്നുള്ള തിരിച്ചറിവുണ്ടായപ്പോ ഞാൻ ആ കുടം അവിടെ ഉപേക്ഷിച്ചു. എനിക്ക് ഇനി ആ കുടം ആവശ്യമില്ല. ഞാൻ തന്നെ ആ കുടമായിട്ട് മാറി. പരിശുദ്ധാത്മാവാകുന്ന ജീവജലത്തിന്റെ നിറവ് സ്വീകരിച്ച കുടമായിട്ട് ഞാൻ മാറി. ഇനിയുള്ള എൻ്റെ പ്രയാണം യഥാർത്ഥമായ ദാഹം ശമനത്തിന്റെ കാതലായി നിൽക്കുന്ന അവനു വേണ്ടിയാണ്. അവൻ ജീവന്റെ ഉറവയാണ്. യഥാർത്ഥമായ ജലത്തിന്റെ സ്രോതത്ത് ഞാൻ കണ്ടെത്തി. ഇന്നലെ വരെയുള്ള എൻ്റെ പ്രയാണത്തിൽ എനിക്ക് ദാഹശമനമുണ്ടായിരുന്നില്ല. എവിടെ നിന്നെന്റെ ദാഹം ശമിക്കുമെന്ന് ആർത്തി പൂണ്ട് ഞാൻ നടന്നു നീങ്ങിയപ്പോ, ഒരുവനിൽ നിന്ന് വേറൊരുവനിലേക്ക് മാറി ദാഹശമനത്തിനു വേണ്ടി ഞാൻ കൊതിച്ചപ്പോ, അവസാനം ഏഴാമതൊരുവന്റെ സബിതത്തിൽ നിന്ന് യഥാർത്ഥമായ ദാഹശമനം എനിക്ക് കിട്ടി. അവൻ എന്നോട് ചോദിച്ചു, 5 പേരുടെ പിന്നാലെ പോയിട്ട് നിന്റെ ദാഹം ശമിപ്പിച്ചില്ലേ? ഇന്ന് നീ 6ാമത്തവന്റെ കൂടെയല്ലേ? എന്തേ നിന്റെ ദാഹം ശമിച്ചില്ലേ? മകളെ, നീ ഓർത്തുകൊള്ളുക, ഇന്ന് നീ കാണുന്നത് 7ാമതൊരുവനെയാണ്. 7ാമൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണതയാണ്. യഥാർത്ഥമായ പൂർണ്ണത ലഭിക്കുന്നത് ഈ യാക്കോബിന്റെ കിണറ്റിൻ കരയിൽ വെച്ചാണ്. ഇതുവരെയുള്ള നിന്റെ പ്രയാണത്തിൽ ദാഹശമനം നിനക്കുണ്ടായില്ല. ഈ വെള്ളം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കുമെന്നവൻ പറഞ്ഞു തന്നത് ആ സത്യത്തെ സൂചിപ്പിച്ചു. ദാഹശമനമില്ലാത്ത ജീവിതത്തിന്റെ ഉടമയായി പടയോട്ടം നടത്തി അവസാനം യഥാർത്ഥമായ ദാഹശമനം തരുന്ന ജീവജലത്തിന്റെ ഉറവയായ അവന്റെ സാന്നിധ്യത്തിൽ വെച്ച് ഞാൻ ആ കുടം ഉപേക്ഷിച്ചു. ഇനി മുതൽ ആ കുടം എൻ്റെ കയ്യിലുണ്ടാവില്ല. അവന്റെ പ്രസന്നതയാണ് ഇനി എൻ്റെ ജീവിതത്തിലുള്ളത്. അവൻ നൽകിയ കരുത്താണ് എന്നെ ആദ്യത്തെ പ്രേക്ഷിതയാക്കി മാറ്റുന്നത്. അവനിൽ നിന്ന് നിർഗളിച്ച ജീവജലമാണ് എൻ്റെ ദാഹത്തെ ശമിപ്പിച്ചത്. അതിനാൽ ഞാൻ സുവിശേഷത്തിലെ ആദ്യത്തെ സുവിശേഷ പ്രഘോഷകയാണ്. ഞാൻ സുവിശേഷത്തിലെ ആദ്യത്തെ പ്രേക്ഷിതയാണ്. ഈ 2 വ്യക്തിത്വങ്ങളും എന്നെ ഒരു പാഠം പഠിപ്പിക്കുകയാണ്. കുടത്തെ ഉപേക്ഷിക്കാനും ഇന്നലെ വരെ നിനക്ക് സംരക്ഷണം നൽകിയ കിടക്കയെ തോളിലേറ്റാനും. 38 വർഷമായി തനിക്ക് സംരക്ഷണം നൽകിയ കിടക്കയെ തോളിലേറ്റി ബെത്സയിദ കുളക്കരയിൽ നിന്ന് ചാടിയെഴുന്നേറ്റ് ആത്മീയമായ പ്രയാണം നടത്തുന്നു. ആ പ്രയാണമാണ് കൃതജ്ഞത. ഇന്നലെയും മറക്കരുത്. ഇന്നലെ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ച വേദനകൾ നമ്മുടെ തോളിലുണ്ടാവണം. അധികം മറുതലിക്കാതിരിക്കാൻ, അഹങ്കാരത്തിന്റെ പടി കയറാതിരിക്കാൻ, സൗഖ്യം എൻ്റെ അവകാശമാണെന്ന് പറയാതിരിക്കാൻ, സൗഖ്യം ഞാൻ നേടിയതാണെന്ന് പറയാതിരിക്കാൻ ഈ കിടക്ക എപ്പോഴും ആ തോളിലുണ്ടാവണം. എത്ര മനോഹരമായിട്ടാണ് യോഹന്നാൻ ശ്ലീഹ അത് അവതരിപ്പിച്ചു തരിക. ഒരാൾ കിടക്ക തൻ്റെ തോളിലേറുമ്പോൾ മറ്റൊരുവൾ താൻ ഇതുവരെ കയ്യിൽ പിടിച്ച കുടം തമ്പുരാന്റെ പാദത്തിൽ ഉപേക്ഷിക്കുന്നു. ചിലതെല്ലാം ഉപേക്ഷിക്കാനും ചിലതെല്ലാം വഹിക്കാനുമുള്ളതാണ് ക്രൈസ്തവ ജീവിതം.
ഒരിക്കൽ കൂടി ധ്യാനിക്കുക. ചിലതെല്ലാം ഉപേക്ഷിക്കാനും ചിലതെല്ലാം വഹിക്കാനുമുള്ളതാണ് ക്രൈസ്തവ ജീവിതം. മറന്നുപോകരുത്, ഇന്നലെയുടെ പാതയിലെ യാതനകൾ എടുത്തുമാറ്റിയ ഗുരുവിനെ ധ്യാനിച്ചെടുക്കുമ്പോൾ മാത്രമാണ് ആത്മീയതയ്ക്ക് മാറ്റുകൂടുക. ഈ ആത്മീയതയുടെ മാറ്റുകൂട്ടാൻ നമ്മളെപ്പോഴും കൃതജ്ഞതയുള്ളവരാവണം. എവിടെയൊക്കെയോ വീണുപോയവരെ അവൻ താങ്ങി എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. വീണുകിടന്ന ഇടങ്ങളെ മറന്നുപോകരുത്. അവൻ പലപ്പോഴും അവന്റെ പ്രദക്ഷിണം നടത്തിയത് ഈ ബെത്സയിദ കുളക്കരയ്ക്ക് ചുറ്റുമാണ്. കാരണം അത് താൻ ഇന്നലകളിൽ അനുഭവിച്ച യാതനകളുടെ അനുഭവങ്ങളെ, യാതനയുടെ നിഷേധാത്മകതയെ സ്വീകരിക്കാനും അതുവഴി സൗഖ്യം തന്ന ഗുരുവിനെ കൃതജ്ഞതയോടുകൂടെ മറ്റുള്ളവർക്ക് പകരാനുമുള്ള ഒരു ക്ഷണം. ഈ കിടക്ക ചുമക്കുമ്പോൾ കാണുന്നവരെല്ലാം ചോദിക്കും, എന്തേ നീ കിടക്ക ചുമക്കുന്നത്? അവൻ പറയും, എന്നെ സൗഖ്യപ്പെടുത്തിയവൻ എന്നോട് പറഞ്ഞു കിടക്ക ചുമക്കുക. ഈ കിടക്ക എൻ്റെ ഇന്നലെയുടെ യാതനയുടെ അടയാളമാണ്. ഇത് ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. എൻ്റെ സൗഖ്യദായകനെ ഓർമ്മിച്ചെടുക്കാനും ഈ കിടക്ക കാരണമാകും. നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് വ്യക്തിത്വങ്ങളെയും നാം ധ്യാനമാക്കണം. കുടമുപേക്ഷിച്ച സമറിയാക്കാരിയെയും കിടക്ക ചുമക്കുന്ന 38 വർഷക്കാലം ബെത്സയിദ കുളക്കരയിൽ കിടന്ന ഈ തളർവാദ രോഗിയെയും നമ്മുടെ ധ്യാനതലങ്ങളിൽ ഇവർ പ്രശോഭിക്കട്ടെ. ഇന്നലെയുടെ പാതകളിൽ നമ്മളെ തളർത്തിക്കളഞ്ഞ അനുഭവങ്ങൾ നമ്മൾ വിട്ടുകളയരുത്. ഇന്നലെ തളർത്തിക്കിടത്തിയ അനുഭവങ്ങളെ നാം നമ്മളെ തോളിലേറ്റണം. എങ്കിൽ മാത്രമേ ഇന്നിൻ്റെ ഉണർവിൽ അത് ഉത്തേജനമായി തീരുകയുള്ളൂ. എന്നാൽ ഇന്നലെയുടെ പാതകളിൽ പതറിപ്പോയ കുടങ്ങളുണ്ട്. പതർച്ചയ്ക്ക് സാധ്യമായി നാം ഉപയോഗിച്ച ചില കുടമുണ്ട്. ആ കുടങ്ങളെ നമ്മൾ ഉപേക്ഷിക്കണം. യഥാർത്ഥമായ ദാഹശമനെ കണ്ടെത്തിയ മനുഷ്യൻ ഒരിക്കലും ഭാഗികമായിട്ടുള്ള കുടശേഖരണത്തിലൂടെ പോകത്തില്ല. ഈ കുടത്തെ നമ്മൾ ശേഖരിച്ചു വെക്കില്ല. കാരണം ക്രിസ്തുവെന്ന യഥാർത്ഥമായ ദാഹശമനിയിലൂടെ പരിശുദ്ധാത്മാവാകുന്ന ആത്മീയ ദാനം സ്വീകരിച്ച് നമ്മൾ പ്രബുദ്ധരായി മാറും. നമ്മുടെ ജീവിതം ഈ രണ്ട് വ്യക്തികളെ സംയോജിപ്പിച്ചുകൊണ്ടാവണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ അഗാധമായ ദൈവശാസ്ത്ര വീക്ഷണത്തോടുകൂടെ തനിമയാർന്ന ഗുരുമൊഴികളെ ആത്മീയ അഭിഷേകത്താൽ വാക്കുകളാക്കിയവനാണ് യോഹന്നാൻ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ വിധേനയുള്ള വ്യക്തിത്വങ്ങളെ നമ്മൾ കാണുക. അവരിലൂടെ ഒരു കഥ പറയുകയല്ല, മറിച്ച് വലിയ യാഥാർത്ഥ്യങ്ങളെ വെളിപ്പെടുത്തി തരുകയാണ്. ഇന്നലകളെ വിട്ടുകളയേണ്ട, ഇന്നലകളെ കോർത്തു ചേർക്കേണ്ട ചില അനുഭവങ്ങളെയും കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ ആത്മീയത എന്താണെന്ന് വെളിപ്പെടുത്തി തരികയാണ്. നമ്മുടെ ആത്മീയത ഇപ്രകാരമായിട്ട് മാറണം. ഇന്നലകളുടെ വഴികളെ ധ്യാനിച്ചെറുക്കത്തക്ക വിധം ചിലതെല്ലാം നമ്മുടെ തോളിലുണ്ടാവണം. കാടിനോടും കാട്ടുമൃഗങ്ങളോടും പടവെട്ടി കയറിക്കിടക്കാൻ പോലും കൂര പോലുമില്ലാതെ കാടിനോടും കാട്ടുമൃഗങ്ങളോടും പടവെട്ടിയ ആ അനുഭവം അത് നമ്മുടെ തോളിലുണ്ടാവണം. ഇന്നലകളിൽ നമ്മൾ ഏറ്റുവാങ്ങിയ മുറിവുകൾ നമ്മുടെ ബന്ധങ്ങളെ കുറച്ചുകൂടി ദൃഢമാക്കണം. അവൻ്റെ മുറിവുകൾ എൻ്റെ ജീവിതത്തിൽ സംരക്ഷണം നൽകിയതുപോലെ
എൻ്റെ മുറിവുകൾ ആർക്കൊക്കെയോ സംരക്ഷണത്തിൻ്റെയും ആത്മീയ ഉത്തേജനത്തിൻ്റെയും വിശ്വാസ വളർച്ചയുടെയും കാതലായ കാരണങ്ങളായി തീരണമെന്ന് നമ്മൾ ധ്യാനിക്കണം. ഇതുതന്നെയാണ് ഈ കഥാപാത്രങ്ങളിലൂടെ യോഹന്നാൻ ശ്ലീഹ വിവക്ഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈ വിധേനയുള്ള പാതകളുണ്ട്. ഇന്നലകളുടെ പാതകളിൽ നമ്മൾ ശേഖരിക്കാൻ ആഗ്രഹിച്ചതൊന്നും യഥാർത്ഥമായ സംതൃപ്തി നൽകുകയില്ല എന്ന തിരിച്ചറിവ് സമറിയാക്കാരി സ്ത്രീയുടെ ജീവിതത്തെ നോക്കി നമ്മൾ പഠിക്കണം. ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് മാറി മാറി യഥാർത്ഥമായ സംതൃപ്തിക്ക് വേണ്ടിയുള്ള പ്രയാണം നടത്തി ഏഴാമതൊരുവന്റെ മുമ്പിൽ, അതായത് പൂർണ്ണതയുടെ മുമ്പിൽ എത്തിപ്പെട്ടവൾ യഥാർത്ഥമായ സത്യമെന്തെന്ന്, യഥാർത്ഥമായ ദാഹശമനമെന്തെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പുതിയ വ്യക്തിത്വമായി മാറി. ഇന്നലകളിൽ അവൾ എപ്രകാരം ശേഖരണം നടത്തിയോ അതെല്ലാം ഉപേക്ഷിച്ച് പുതിയ ജീവിതത്തിൻ്റെ ഉടമയായി എന്ന തെളിവോടുകൂടെ പ്രസന്നത നിറഞ്ഞ മുഖഭാവത്തോടും ആത്മീയതയുടെ ആത്മാർത്ഥതയോടും കൂടെ അവൾ ആദ്യത്തെ പ്രഘോഷകയായി എന്ന് നമ്മൾ ധ്യാനിച്ചെടുത്തു. ഇന്നലകളുടെ പാതകളിൽ നമുക്ക് കരുത്തായി, കരുതലായി, താങ്ങായി, ബലമായി നിന്നവരെ പഴിവാക്കുകളാൽ മാറ്റി നിർത്തരുതെന്നും, ഇന്നലകളിൽ നമ്മുടെ രോദനങ്ങൾ ഏറ്റുവാങ്ങി നമ്മുടെ കൂടെ സഞ്ചരിച്ച, നമ്മുടെ എല്ലാ ദുഃഖങ്ങളും നമ്മുടെ ആകുലതകളും ഏറ്റുവാങ്ങിയ, നമ്മുടെ അനുഭവത്തിന് സാക്ഷ്യം വഹിച്ച ചില സാഹചര്യങ്ങളോടും അനുഭവങ്ങളോടും ചേർന്ന് നിന്ന വ്യക്തികളോടും നാം പരിഗണന കാട്ടണമെന്ന തെളിവോടുകൂടെ നമ്മുടെ തോളിൽ ആ കിടക്കയുണ്ടാവട്ടെ. ഇന്നലകളുടെ ദുർഗന്ധം വമിച്ച, ഇന്നലകളുടെ വേദനകൾ ഏറ്റുവാങ്ങിയ, ഇന്നലയുടെ പരാജയവും രോധനവും കേട്ട് നടുങ്ങിയ ആ കിടക്ക നമ്മുടെ തോളിലുണ്ടാവട്ടെ. 38 വർഷക്കാലം എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു വർഷമല്ല, മറിച്ച് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ പകുതിയിൽ കൂടുതലും ജീവിതത്തെ കാർന്നെടുത്ത് അവനെ നിരാശയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞ വർഷകാലങ്ങളായിരുന്നു. ആ വർഷങ്ങളെ ഓർത്തെടുക്കാൻ വേണ്ടിയാണ് അവൻ്റെ തോളിലുള്ള ഈ കിടക്ക. ജീവിതത്തിൽ വിട്ടുകളയാതെ ശാശ്വതമായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശനം ലഭിക്കാൻ, യഥാർത്ഥമായ ആത്മീയതയ്ക്ക് ചാരുത പകരാൻ ഈ രണ്ട് വ്യക്തിത്വങ്ങളെയും നാം ഇടയ്ക്കിടയ്ക്ക് ധ്യാനമാക്കണം. ഇന്നലകളിൽ നാം അറിയാതെ ശേഖരിച്ചതിനെ വിട്ടുകളയാൻ, ഇന്നലകളുടെ പാതകളിൽ നമുക്ക് സംരക്ഷണം ലഭിച്ച സാഹചര്യങ്ങളെ മറന്നുകളയാതിരിപ്പാൻ ഈ രണ്ട് വ്യക്തിത്വങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ധ്യാന വഴികളിലൂടെ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ കൽത്തറയിലിരുന്നു കൊണ്ട് ഈ രണ്ട് വ്യക്തികളെയും ധ്യാനമാക്കുമ്പോൾ അവരുണർത്തിത്തരുന്ന സത്യങ്ങളോട് ചേർന്ന് നിൽക്കാൻ നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ജീവിതത്തിലെ തെറ്റിദ്ധാരണകളെയും കുറവുകളെയും എടുത്തുമാറ്റാൻ സന്നദ്ധമായി ഹൃദയം തുറന്നു നിൽക്കുന്ന ഒരു ഗുരുനാഥൻ ആ യാക്കോവിൻ്റെ കിണറ്റിൻ കരയിൽ നമുക്കായി കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് പോകാം. നമ്മുടെ ജീവിതത്തിൽ വ്യർത്ഥമായിട്ടുള്ള ശേഖരണങ്ങൾ നടത്തിയ ആ കുടത്തെ അവൻ്റെ പാദത്തിൽ ഉപേക്ഷിക്കാം. നമുക്ക് പോകാം. ഇന്നലകളുടെ പാതകളിൽ നമുക്ക് സംരക്ഷണം നൽകിയ ചില വ്യക്തികളെ വഹിക്കാൻ, ചില സാഹചര്യങ്ങളെയും അനുഭവങ്ങളെയും വഹിക്കാം. അതുവഴിയായി യഥാർത്ഥമായ സൗഖ്യം അനുഭവിക്കുന്ന പ്രഘോഷകരായി, ഇന്നലകളുടെ പാതകളെ ഉപേക്ഷിക്കാത്ത, ഇന്നലയിൽ ഏറ്റുവാങ്ങിയ ആത്മീയ ചൈതന്യം അത് നിരാശയുടെ പാതയിലേക്ക് ഗമിക്കാതിരിക്കാൻ നമ്മുടെ കയ്യിൽ ആ ഇന്നലയുടെ കിടക്കയുണ്ടാവട്ടെ. നമ്മുടെ കരങ്ങളിൽ നിന്ന് ഇന്നലെ വരെ ശേഖരിച്ച് ആനന്ദമാണെന്ന് കരുതിയ ആ കുടം ഉണ്ടാകാതിരിക്കട്ടെ. അവൻ്റെ പാദത്തിൽ അവ സമർപ്പിച്ച് ഇന്നലെയുടെ കിടക്ക പേറിക്കൊണ്ട് അവൻ്റെ പ്രഘോഷകരായിട്ട് മാറാം. എന്നെ സൗഖ്യപ്പെടുത്തിയവൻ എന്നോട് പറഞ്ഞു ഈ കിടക്ക ചുമക്കാൻ. ഈ കിടക്ക എൻ്റെ തോളിൽ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഉണ്ടാകും.
നല്ല ദിവസം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.